വിജിലൻസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. കേസ് നടത്തിപ്പും അന്വേഷണവും തൃപ്തികരമല്ല. വിജിലൻസിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ DGPക്ക് കോടതിയുടെ നിർദ്ദേശം. PSCക്ക് സാമ്പത്തിക നിയന്ത്രണം വേണമെന്ന് ധനമന്ത്രി KM മാണി. തർക്കം പരിഹരിച്ചെന്നും സാമ്പത്തിക ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ധനമന്ത്രി. തൃശൂരിൽ ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ അമ്മയും കുഞ്ഞും മരിച്ചു. മരിച്ചത് പഴയന്നൂർ സ്വദേശികൾ. പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തിരക്കുള്ള സമയത്ത് വാഹന പരിശോധന ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി. IPL ഒത്തുകളിയിൽപ്പെട്ട താരങ്ങളുടെ പേരുകൾ പുറത്തുവിടാനാകില്ലെന്ന് സുപ്രീം കോടതി. മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ലോധ കമ്മീഷന് കൈമാറണമെന്ന ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആവശ്യം കോടതി തള്ളി. പരാതിക്കാർക്ക് ലോധ കമ്മീഷനെ സമീപിക്കാമെന്നും സുപ്രീം കോടതി. പ്രണയത്തിൽപ്പെട്ട് വിശ്വാസികൾ സഭ വിട്ടു പോകുന്നത് തടയാനുള്ള നടപടികളുമായി സിറോ മലബാർ സഭ രംഗത്ത്. ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് അങ്കമാലി അതിരൂപതയ്ക്കാണ്. രൂപതയ്ക്ക് കീഴിലെ കുടുംബ പ്രേക്ഷിത കേന്ദ്രം ഇതിനായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. സഭയ്ക്കകത്ത് തന്നെ പ്രണയവിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കലും സഭ ലക്ഷ്യമിടുന്നുണ്ട്. പ്രണയവിവാഹങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ വിഷയത്തെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കണമെന്ന നിലപാടാണ് സഭാ നേതൃത്വത്തിന്. ഇത് സംബന്ധിച്ച ചർച്ചകളിൽ അന്യമതസ്ഥരെയും ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും വിശ്വാസികൾ വിവാഹം ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും തീരുമാനമുണ്ടായി. ഇതിന്റെ ഭാഗമായാണ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രണയവും വിവാഹവും സംബന്ധിച്ച വിഷയത്തിൽ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നത്. വരുന്ന സെപ്റ്റംബർ 21 ആരംഭിക്കുന്ന ദമ്പതി സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. പ്രണയം പുണ്യമോ പാപമോ എന്ന വിഷയത്തിലായിരിക്കും ചർച്ച. എന്നാൽ സഭാ നേതൃത്വം പ്രണയത്തിനോ പ്രണയവിവാഹങ്ങൾക്കോ എതിരല്ലെന്നും തികച്ചും വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഭവിഷ്യത്തുകൾ സംബന്ധിച്ച് വിശ്വാസികളെ ബോധവാന്മാരാക്കുകയാണ് ഉദ്ദേശിക്കുന്നതെന്നും സിറോ മലബാർ സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. ഒരിക്കലും ചേരുകയും ഒന്നിച്ചു പോവുകയും പറ്റാത്ത ചില ആളുകൾ വെറും വൈകാരികമായ പ്രേമത്തിൻ്റെ പേര് എടുത്തു ചാടുകയും വല്ലാത്ത പ്രതിസന്ധികളിൽ എത്തുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ ചില സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഒരു പ്രേമിക്കുന്നവർക്കും വേണം, കുടുംബക്കാർക്കും വേണം ഒരു ശ്രദ്ധ. പ്രണയവും വിവാഹവും മൂല്യാധിഷ്ഠിതമായിരിക്കണമെന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സഭാ നേതൃത്വം പറഞ്ഞുവെക്കുന്നു. അതേസമയം പ്രണയവിവാഹങ്ങൾ മതപരിവർത്തനത്തിന് കാരണമാകുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ നേരത്തെ ഉയർന്നിരുന്നു. KCBC ജാഗ്രതാ കമ്മീഷനും ഇടുക്കി ബിഷപ്പ് ഫാദർ മാത്യു ആനിക്കുഴിക്കാട്ടിലും നടത്തിയ പ്രസ്താവനകളും ഏറെ വിവാദമായിരുന്നു. മീഡിയ 1 കൊച്ചി. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് കൊച്ചി ബ്യൂറോയിലുണ്ട്. കഥാകൃത്ത് ലാസർ ഷൈൻ കൊച്ചിയിൽ, അധ്യാപിക ശ്രീമതി സുജ സൂസൻ ജോർജ് കോട്ടയത്ത്, SNDPയുടെ അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, ഫാദർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. മാത്യു ആനിക്കുഴിക്കാട്ടിലിൻ്റെ അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടല്ലേ ഫാദർ ഇപ്പോൾ പ്രണയവിവാഹം സംബന്ധിച്ചിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. അങ്ങനെ ഒരു ആകുലത ഈ കാര്യത്തിൽ ഒട്ടും ആവശ്യമില്ല താനും. കാരണം വിവാഹം സർവ്വസാധാരണമായി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്കയൊക്കെ നമ്മുടെ പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വിഷയമാക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഗൗരവമായി മാതാപിതാക്കളും മറ്റ് സമൂഹവും ചിന്തിക്കുകയും അതുകൊണ്ട് ആ ചിന്തയുടെ ഫലമായി പക്വമായ തീരുമാനങ്ങൾ ചെറുപ്പക്കാരെടുക്കാനും. പ്രേമിക്കുന്നത് വളരെ മനോഹരമായ കാര്യമാണ്. പക്ഷേ പ്രേമിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം. എടുത്തു ചാടി വൈകാരികമായ പ്രതിസന്ധികൾ എത്തിച്ചേടരുത്. യോജിക്കാത്തവരും പൊരുത്തപ്പെടാത്തവരുമായ വിവാഹബന്ധത്തിൽ എടുത്തു ചാടരുത് എന്നുള്ളൊരു സൂക്ഷ്മതയും ഒരു ശ്രദ്ധയും ഇതിനകത്ത് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാനും ആളുകളെക്കുറിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കാനുമുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതേതെങ്കിലും മതത്തിനോ ഒരു ജാതിക്കോ മറ്റാർക്കും എതിരായിട്ടല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഉള്ളിൽ പൊതുവായും സഭയുടെ ഉള്ളിൽ പ്രത്യേകമായി കാണുന്ന ഒരു പ്രശ്നത്തെ, പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന പ്രേമവിവാഹങ്ങളെ മനസ്സിലാക്കാനും അത് സാധകമായ കാര്യങ്ങൾ സ്വീകരിക്കാനും അത് അപകടകരമായ സാഹചര്യത്തിൽ അതിൽ ശ്രദ്ധയുണ്ടാകാനും വേണ്ടി മാത്രമുള്ള ഒരു നടപടിയാണ്. വിവാഹിതരായ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്മേളനത്തിനാണ് ചർച്ച ചെയ്യുന്നതും. ശ്രീമതി സുജ സൂസൻ ജോർജ്,
മനുഷ്യന് പ്രകൃതിയാൽ തന്നെയുള്ള ചില ഭാവങ്ങൾ, ചില നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില വൈകാരികമായ കാര്യങ്ങൾ, അതിലൊന്നാണ് പ്രണയമെന്ന് പറയുന്നത്, അതിലൊന്നാണ് ദയ, അനുകമ്പ. ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെ പൊതുസമൂഹത്തിൻ്റെ വർഗീകരണത്തിൽ മതം, ജാതി, സാമ്പത്തിക അവസ്ഥ തുടങ്ങിയിട്ടുള്ള വർഗീകരണങ്ങൾക്കകത്തേക്ക് ഒതുക്കപ്പെടുന്നത് എത്രത്തോളം ആശാസ്യമാണ്. അത്തരം ഒരു നീക്കമല്ലേ സഭയുടെ ഇപ്പോഴത്തെ പുതിയ തീരുമാനത്തിന് പിന്നിലുള്ളത്? അതല്ല, ഇത് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞതുപോലെ മൂല്യാധിഷ്ഠിതമായിരിക്കണം പ്രണയം, അതുകൊണ്ട് തന്നെ മറ്റെല്ലാ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായി പിന്നീട് ഖേദിക്കാൻ അവസരം വരാത്ത തരത്തിൽ സൂക്ഷ്മത പുലർത്തുക മാത്രമാണ്, അത്രയും സംശുദ്ധയോടുകൂടി ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നതിനോട് സുജാ സൂസൻ ജോർജ് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ അഭിപ്രായത്തിന് ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് യാദൃശ്ചികമായിട്ടോ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമോ ആയിട്ടല്ല സഭ എടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞ കാര്യം, അതിനു മുമ്പ് ലവ് ജിഹാദിനോട് പ്രതികരിച്ച സംഭവം, ഇതുമായിട്ടെല്ലാം കൂട്ടിച്ചേർത്ത് വേണം ഇപ്പോൾ സഭയുടെ ഈ നിലപാട് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്കറിയാം, യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ലോകത്തെ പ്രണയം പഠിപ്പിച്ച ആളാണ്, സ്നേഹം പഠിപ്പിച്ച ആളാണ്. അതുപോലെ കുമാരനാശാൻ സ്നേഹം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. സഭയായാലും മറ്റ് സമൂഹത്തിലെ മറ്റ് സ്ഥാപനങ്ങളായാലും പഠിപ്പിക്കുന്നത് നല്ലതാണ്. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തോ എന്നാണ് കുമാരനാശാൻ പറഞ്ഞത്. ഇതൊരു പാഠവുമാണ്. അത് യഥാർത്ഥത്തിൽ ഇതുപോലൊരു സഭയ്ക്കുള്ളിൽ പഠിപ്പിക്കേണ്ടതാണോ, സഭയ്ക്കുള്ളിൽ തന്നെ നടക്കേണ്ട പ്രണയത്തെ പഠിപ്പിക്കേണ്ടതാണോ എന്നൊക്കെ ആലോചിക്കണം. കാരണം മാർപ്പാപ്പ പോലും പ്രണയിച്ചിട്ടുള്ള ആളാണെന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രണയം നടത്തിയിട്ടുള്ളതും ആ പ്രണയത്തെക്കുറിച്ച് ഏറ്റു പറഞ്ഞിട്ടുള്ളതും. പ്രണയം വളരെ മനോഹരമായ സംഭവമാണ്. ലോകത്തെ എല്ലാ കാവ്യങ്ങളും സാഹിത്യങ്ങളും ലോകത്തിൻ്റെ സൗന്ദര്യം തന്നെ പ്രണയത്തിലാണല്ലോ. പക്ഷേ നമ്മളിത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അധികാരം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ആദം ഹൗവ ഈ മിത്തിനെ സഭ അംഗീകരിക്കുമ്പോൾ, ക്രിസ്തുമതം അംഗീകരിക്കുമ്പോൾ, അതിനു മുമ്പ് ലിലിയത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഉള്ള മിത്തുണ്ട്. ആദാമിൻ്റെ ആദ്യ ഭാര്യ ലിലിയത്തായിരുന്നു. ആ പ്രേമത്തെ ആ സ്നേഹബന്ധത്തെ സഭ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എപ്പോഴും എല്ലാ കാലത്തും ഇത് തന്നെയാണ്. പ്രണയം അധികാരത്തിനെതിരാണ്. അത് സ്ത്രീ പുരുഷ ബന്ധത്തിലായാലും സഭ പോലെയുള്ള അധികാരത്തിനോടായാലും സ്റ്റേറ്റിനോടായാലും ഒക്കെ എതിർത്തുകൊണ്ടാണ് നിന്ന്. ആദ്യകാവ്യം തന്നെ, രാമായണം തന്നെ നോക്കൂ. ക്രൗഞ്ചമി ദിനങ്ങളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ക്രൗഞ്ചമി ദിനങ്ങളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് താഴെ വീഴ്ത്തുകയാണ് ഉണ്ടായത്. അതിനെതിരെ മാ നിഷാദ എന്നുള്ളത് ലോകം ഉള്ളിടത്തോളം കാലം ഉയർന്നുകൊണ്ടേയിരിക്കും. പ്രണയവും അതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രണയത്തിനെ അങ്ങനെ ഇതൊരു വംശീയതയ്ക്കുള്ളിലാക്കുക, ഒരു സഭയ്ക്കുള്ളിൽ അംഗങ്ങൾ പരസ്പരം പ്രണയിക്കുന്നതാക്കുക. മാത്രമല്ല, എത്ര ആധുനിക കാലത്തിന് ചേരാത്ത നടപടികളാണ് ഈ സഭകൾ സ്വീകരിക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് ലജ്ജ തോന്നും. കാരണം ഒരേ സഭയ്ക്കുള്ളിൽ തന്നെ ദളിതരായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളായാൽ അവരെ പ്രണയിക്കാൻ അനുവദിക്കില്ല. ഒരേ ക്രിസ്തു മതത്തിൽ തന്നെ പല ഡിനോമിനേഷനുകൾ പരസ്പരമുള്ള വിവാഹത്തെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മാത്രമല്ല എതിർത്ത് തന്നെ ചെയ്യുന്നു. ഇത് കാലത്തിന് അനുയോജ്യമല്ല. ഇതൊരു വംശീയതയാണ്, ഇതൊരു ക്ലാൻ സ്വഭാവമാണ്. ബ്ലഡ് റിലേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു തിരിച്ചുപോക്കാണ് സഭ നടത്തുന്നത്. ഇത് ഒരിക്കലും ആധുനിക സമൂഹത്തിന് ചേർന്നതേ അല്ല. പക്ഷെ ഇതൊന്നും ആളുകൾ അംഗീകരിക്കൊന്നുമില്ല. ശ്രീ ലാസർ ഷൈൻ, പ്രണയവും വിവാഹവും മൂല്യാധിഷ്ഠിതമായിരിക്കണം എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ടോ? ഇനി അഥവാ അതുണ്ടെങ്കിൽ അതിന് ഇതാണോ സഭ സ്വീകരിക്കേണ്ട മാർഗം? സഭയുമായി ബന്ധപ്പെട്ട് ഇപ്പം കേരളം പോലുള്ളൊരു സംസ്ഥാനം, കേരളം പോലുള്ളൊരു സ്ഥലം, ഈ സ്ഥലത്ത് സഭ ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ ഇത്രമാത്രം നമ്മളിപ്പോൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നാം സഭ ഇപ്പോൾ പ്രണയം അല്ലെങ്കിൽ പ്രേമം ഒക്കെ ഒരു വിഷയമായിട്ടൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സന്തോഷം തോന്നുമ്പോൾ തന്നെ ഒരു സന്തോഷപ്പെടാൻ തോന്നുന്നു. കൊള്ളാമല്ലോ, വളരെ പുരോഗമനകരമായിട്ടുള്ള കാര്യമാണല്ലോ, ചുംബന സമരമൊക്കെ നടന്നൊരു സംസ്ഥാനമാണല്ലോ, അവിടെ സഭയും പ്രേമത്തെ കുറിച്ച് പറയുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാം. പക്ഷേ ഇപ്പോൾ പോൾ തേലക്കാട് അച്ഛൻ പറയുന്ന വാചകത്തിനുള്ളിൽ തന്നെ കുഴപ്പം കിടക്കുകയാണ്. യോജിക്കുന്നവർ തമ്മിൽ എന്ന് ആരാണ് നിർണ്ണയിക്കുക? ഇവിടെ നിലവിലുള്ള വിവാഹത്തിൽ തന്നെ ഏതെല്ലാം വിവാഹമാണ് സാധുവാകുക അസാധുവാകുക എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാം?
അതിൽ യോജിക്കുന്നവർ തമ്മിലാണല്ലോ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെ. ഇപ്പൊ ഇവർ പറയുന്ന ഇവരുടെ കാനൂൺ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ പോലും വിവാഹം അസാധുവാകുന്ന ഘട്ടത്തിൽ പോലും ഇത് വളരെ കൃത്യമാണല്ലോ ആരൊക്കെ തമ്മിലാണ് യോജിക്കാവുന്നത്. ഇത് സിവിലായിട്ടാണെങ്കിലും ഇപ്പൊ ഇവരുടെ നിയമം സഭാ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ തന്നെ. അപ്പൊ യോജിക്കുന്നവരെ പുനർനിർണ്ണയിക്കേണ്ട കാര്യമാണ് എന്താണ്? ആരാണ് യോജിക്കുന്നവരെ പുനർനിർണ്ണയിക്കുന്നത്? യോജിക്കുന്നവരെ പുനർനിർണ്ണയിക്കുന്ന ഈ സഭയുടെ പ്രേമത്തെ പുനർനിർണ്ണയിക്കുന്ന ഈ സഭയുടെ കാര്യങ്ങൾ സത്യത്തിൽ ഇത് തന്നെയല്ലേ മോഡി ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ കേന്ദ്രത്തിൽ നിന്ന് ചെയ്യുന്ന ഇതേ പണി തന്നെയാണ് സഭയ്ക്കും കേരളത്തിൽ ചെയ്യാനുള്ളതെങ്കിൽ സഭയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ കാലത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ്. കാലത്തെ മനസ്സിലാക്കാത്ത ഒരു സഭയ്ക്ക് കേരളത്തിലെന്നല്ല ഈ ലോകത്തിൽ തന്നെ വലിയ കാര്യമൊന്നും ചെയ്യാനില്ല. അതുപോലെയല്ലേ ഇപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇവരൊക്കെ ഈ പോപ്പിന്റെ താഴെയുള്ള ആളുകളാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും വീണ്ടും. കാരണം പുതിയ പോപ്പ് വന്നതിന് ശേഷം പോപ്പ് നടത്തുന്ന സിനഡിൽ അദ്ദേഹം എടുത്ത വിഷയം, പുതിയ വിഷയം 90% വരുന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കത്തോലിക്ക സമിതി, ഇവരുടെ ഏരിയയിൽ വരുന്ന കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ക്രിസ്തു മതത്തിൽ നിന്ന് അകന്നു പോകുന്നു. കാരണം ഡൈവോഴ്സ് ചെയ്തവർ പോയേ, സിവിൽ ഡൈവോഴ്സ് ചെയ്ത് സഭയിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ വിശ്വാസികളെ ഇതിനുള്ളിൽ നിർത്തുക എന്നുള്ള വിഷയങ്ങളൊക്കെ ലോകത്തിലെ സഭ സംസാരിക്കുമ്പോൾ ഇവരിവിടെ ഇതിനുള്ളിൽ ഈ ഇട്ടാവട്ടത്തിന്റെ അകത്ത് പ്രേമിക്കണം, ഈ ഇട്ടാവട്ടത്തിന്റെ അകത്തുള്ള ആളുകൾ, ഈ ഇട്ടാവട്ടം തന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഈ ഇട്ടാവട്ടം തന്നെ ദളിത് ക്രിസ്ത്യാനികൾ ഒരു പ്രേമിക്കാൻ സമ്മതിക്കുമോ? ദളിത് ക്രിസ്ത്യാനിയായും വേറൊരാളെ തമ്മിൽ പ്രേമിക്കാൻ സമ്മതിക്കുമോ? ഒരു ദളിത് ക്രിസ്ത്യാനിയായിട്ടുള്ള എത്ര അച്ഛന്മാർ ഈ സഭയിൽ ഉള്ളിലുണ്ടെന്ന് ഇവർ പറയട്ടെ. ഇങ്ങനെയുള്ള മേജറായിട്ടുള്ള ജാതീയമായ വിഷയങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ കിടക്കുമ്പോഴാണ് വന്നു നിന്ന് നമ്മളോട് പറയുന്ന പ്രേമം പഠിപ്പിക്കുന്ന ആളുകൾ. ഇവരാര് പ്രേമത്തിന്റെ ഗുരുക്കന്മാരോ? പ്രേമത്തിന്റെ ഒന്നും ഗുരുക്കന്മാരൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സഭ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ പ്രേമിച്ചിട്ടുണ്ട്, സഭയെ എതിർത്ത് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. മിക്സഡ് മാരേജ് കാനോൻ നിയമം അനുസരിച്ച് മിക്സഡ് മാരേജ് നടക്കും. സഭ സമ്മതിക്കുന്നുണ്ടോ? അത് സഭ നടത്തി കൊടുക്കുന്നുണ്ടോ? അത് സഭ പറയുന്നത് എന്താണ്? പ്രേമിച്ചിട്ട് വാ, നിങ്ങൾ ജാതി മാറ്റി മതം മാറ്റി കല്യാണം കഴിച്ചു തരാന്ന് പറയുന്ന സഭയാണിത്. നിങ്ങൾ എവിടെയാണ് മിക്സഡ് മാരേജിനെ നിങ്ങളുടെ നിയമത്തിനുള്ളിലുള്ള കാനോൻ നിയമത്തിനുള്ളിലുള്ള മിക്സഡ് മാരേജിനെ നിങ്ങൾ എവിടെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കൂ ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രേമത്തെ പറ്റിയിട്ടുള്ള വിഷയം. ഫാദർ പോൾ തേലക്കാട്ട് താങ്കൾക്ക് മറുപടി പറയാം. ഫാദർ പോൾ തേലക്കാട്ട് താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായും ഞാൻ പറഞ്ഞതിനോടല്ല നിങ്ങൾ രണ്ടുപേരും പ്രതികരിക്കുന്നത്. ഞാനിവിടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത്, കത്തോലിക്ക സമൂഹത്തിൻ്റെ അകത്ത് മാത്രമേ പ്രേമിക്കാവൂന്ന് ഒരിക്കലും പറഞ്ഞില്ല. പ്രേമിക്കുക, സ്നേഹിക്കുക എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അത് ക്രൈസ്തവ സഭയ്ക്ക് സമുദായത്തിനുള്ളിലും ഹരിജൻ ക്രിസ്ത്യൻസിനെ പ്രേമിക്കാൻ പാടില്ല കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, പഠിപ്പിക്കാൻ പാടില്ല. അത് ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി തന്നെ ഇതില്ലെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു മെത്രാന ആരായാലും പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വരുന്ന സെപ്റ്റംബർ 29 തുടങ്ങുന്ന ദമ്പതി സമ്മേളനത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രണയം പുണ്യമോ പാപമോ എന്നതാണോ? തീർച്ചയായിട്ടും പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ദമ്പതികളുടെ യോഗത്തിൽ ഒരു ചർച്ച നടത്തുന്നതിൽ അപരാധമായി പോവോ? ഒരു ചർച്ച നടത്തിക്കൂടെ? അല്ല, അപരാധമല്ല ഫാദർ, ഞാൻ ചോദിച്ചതാണ്. അതാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. ഫാദർ നേരത്തെ പറഞ്ഞു ജീവിതത്തിൽ പിന്നീട് ഖേദിക്കാൻ ഇടവരുന്ന രീതിയിൽ വൈകാരികമായ എടുത്തുചാട്ടം അത് ഒഴിവാക്കാൻ സൂക്ഷ്മത പുലർത്തണം എന്നത് മാത്രമാണ് സഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഫാദർ ഉദ്ദേശിക്കുന്നത് ഈ വൈകാരികമായ എടുത്തുചാട്ടം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പുറത്തുള്ളവരുമായി പ്രണയത്തിലേർപ്പെട്ട് വിവാഹം കഴിക്കുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ തീരുമാനമെടുക്കേണ്ട സഭയ്ക്കൊക്കെ പറയാം സഭയുടെ ഉള്ളിൽ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ തീരുമാനിക്കേണ്ടത് ആരാണ്? പ്രായപൂർത്തിയോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആരെ കല്യാണം കഴിഞ്ഞ് തീരുമാനിക്കാനുള്ള സകല അവകാശങ്ങളും അവർക്കുണ്ട്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ മിക്സഡ് മാരേജ്. ഞാൻ തന്നെ മിക്സഡ് മാരേജ് നടത്തിയിട്ടുള്ളതാണ്. ഹിന്ദുവും കത്തോലിക്കും ഒന്നിച്ച് ഈ പള്ളിയിൽ വിവാഹം നടത്തിയിട്ടുണ്ട്. ഇത് പാടില്ല എന്ന് എവിടെ പറഞ്ഞു? ഇവിടെ നിരന്തരമായി ഹിന്ദുക്കളും മറ്റു മതക്കാരും കത്തോലിക്കരും നമ്മൾ കല്യാണം നടത്തുന്നുണ്ട്. ഒരു അനുവാദത്ത് കുഴപ്പമില്ല. ഇതൊന്നും പ്രേമമല്ല, പ്രേമത്തിൻ്റെ പേരിൽ തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത്. പ്രേമമാണ്. ഇവിടെ സൂസൻ പറഞ്ഞല്ലോ മനോഹരം, പ്രേമമാണ് യേശുവും പഠിപ്പിച്ചുള്ളത്. ആ പ്രേമത്തിനകത്ത് വിവേകം വേണം എന്നുള്ളൊരു കാര്യം ജനങ്ങളോട്, ദമ്പതികളോട്, ചെറുപ്പക്കാരോട് പറയുന്നത് എന്താ കുഴപ്പം? ഫാദർ, നമ്മളൊരു പുതിയ കാലത്ത് നിന്നുകൊണ്ടാണല്ലോ ഫാദർ ഈ ചർച്ച നടത്തുന്നത്. ഫാദർ പോൾ തേലക്കാട്ട്, എനിക്ക് ചോദിക്കാനുള്ളത്, പ്രണയം എന്നത് വ്യക്തിപരമായ ഇഷ്ടവും വ്യക്തിപരമായ സ്വാതന്ത്ര്യവുമാണ്. അവിടെ താങ്കൾ വിവേകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാവരും ഒരാൾ അറേഞ്ച്ഡ് മാരേജിന് പോകുന്നില്ല. എല്ലാവരും പ്രേമിച്ചാണ് കല്യാണം കഴിക്കുന്നത്.
ഈ കേരളത്തിൽ ധാരാളം അറേഞ്ച്ഡ് മാതാപിതാക്കൾ ഒത്തു ചേർത്തുണ്ടാക്കുന്ന കല്യാണങ്ങളുണ്ട്. ഏതായിരുന്നാലും പ്രേമിച്ച് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചതിന് ശേഷം പ്രേമിച്ചാലും പ്രേമമാണ് കല്യാണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും അടിസ്ഥാനമാകേണ്ടത്. ആ പ്രേമമില്ലാതെ ഒരു കല്യാണം മുന്നോട്ട് പോകില്ല എന്ന് ആർക്കാ മനസ്സിലാകത്ത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രേമവിവാഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനകത്ത് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാകുമ്പോൾ ഈ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ വിഷയം മാതാപിതാക്കളും ദമ്പതികളും എല്ലാം കൂടി ചർച്ച ചെയ്യുന്നത് എന്ത് അപരാധമായി പോകും നിങ്ങളാരും കരുതരുത്. അതിനാണ് ശ്രമിക്കുന്നത്. അതിൽ ഒരപരാധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് പക്വമായ ജീവിതത്തിനും ബോധപൂർവമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രേമിക്കുമ്പോഴും ആ പ്രേമത്തിന് കണ്ണു വേണം കാതു വേണം എന്ന് നമ്മൾ ആരും പറയാറില്ലേ? എല്ലാവരും പറയാറുണ്ട്. ആ കാതും കണ്ണും ഉള്ള വിധത്തിൽ പ്രേമിക്കാനും ആ പക്വതയോടെയും അതോട് വികാരം ഉണ്ടാകണം. സ്നേഹത്തിൽ വിവാഹമുണ്ട്, സ്നേഹത്തിൽ വികാരം ആവശ്യമാണ്. ആ വികാരത്തോടു കൂടി വിവേകമെന്ന് നിങ്ങളെല്ലാവരും നമ്മളെല്ലൊക്കെ പറയുന്ന കാര്യം, ആ വിവേകം നിങ്ങൾക്ക് മനസ്സിലാകും. ആ വിവേകത്തെക്കുറിച്ച് മാതാപിതാക്കന്മാർക്ക് ഒരു നിമിഷം ഫാദർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി സുജാ സൂസനും ഒപ്പം തന്നെ ലാസർ ഷൈനും ഫാദർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമായ മറുപടി ഉണ്ടാകും. നിങ്ങൾ രണ്ടുപേരിലേക്കും ഞാൻ വരാം. CK വിദ്യാസാഗർ, കുറച്ചു നേരമായി അദ്ദേഹം ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുകയാണ്. SNDP യോഗത്തിന്റെ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ശ്രീ CK വിദ്യാസാഗർ, നേരത്തെ മിശ്ര വിവാഹം സംബന്ധിച്ച് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ നടത്തിയിട്ടുള്ള വിവാദ പരാമർശം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിന് നിങ്ങൾ മറുപടി നൽകിയതും SNDP മറുപടി നൽകിയതും. ഇപ്പോൾ സഭ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ഫാദർ പോൾ തേലക്കാട്ട് വിശദീകരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായ എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായി വിവേകപൂർവ്വമല്ലാത്ത പ്രണയം അത് ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ദുഃഖമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുന്നതിന് വേണ്ടി സഭ ചില തീരുമാനങ്ങൾ, ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്കൾ ഇത്തരം നീക്കങ്ങളെ സ്വാഗതം ചെയ്യുമോ? ഈ കാലത്തിനൊപ്പിച്ച് കോലം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ കാലം നിങ്ങളുടെ കോലം മാറ്റിക്കളയും എന്ന് പഴമക്കാര് പറഞ്ഞ ഒരു വാചകമായി എനിക്ക് ഓർമ്മ വരുന്നത്. കാലം ഒത്തിരി വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക. ആ വേഗത്തിനൊപ്പിച്ച് മാറാൻ നമുക്കൊക്കെ പലപ്പോഴും കഴിയാതെ പോകുന്നതിന്റെ ഒരടയാളമായിട്ടാണ് മുൻപ് ബിഷപ്പ് പറഞ്ഞ ആ പ്രസ്താവനകളെയും അതുപോലെ ഇപ്പോ ഈ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തെയും പറ്റിയിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുടുംബത്തിനുള്ളിൽ നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ആരോടെങ്കിലും ആകർഷണം തോന്നിയാൽ ഉടനെ അവരെ കല്യാണം കഴിക്കാനുള്ളതല്ല, പ്രേമത്തിലേക്ക് പോകാനുള്ളതല്ല എന്നൊക്കെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. നമ്മൾ ആ രീതിയിൽ വേണം നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ പ്രേമം എന്ന് പറയുന്നതിനെ അതിനു വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനും ആ രൂപത്തിൽ അതിനെ നിർവചിക്കാനും ഒക്കെ പോവുക എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പ്രേമവിവാഹങ്ങള് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെല്ലാം ആലോചിച്ച് നടത്തുന്ന നമ്മളുടെ കുട്ടികളുടെയൊക്കെ പല വിവാഹ ബന്ധങ്ങളും തകരാറിലാവുന്നുണ്ട്. പിന്നെ ഇതിനൊരു ഒരു സഭയുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രേമത്തിലേക്ക് കടക്കാവുള്ളൂ എന്ന രീതിയിലുള്ള ഒരു പഠന ക്ലാസ് എന്ന രീതിയിലുള്ള ഒരു ശിക്ഷണം നൽകാനാണോ സഭ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട തോലക്കേട്ടച്ഛന്റെ വർത്തമാനത്തിൽ നിന്നും അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ ജനറലായിട്ട് ഒരു ബോധവൽക്കരണമാണ്. ഒരു വൈകാരികമായി ഈ ഇമ്മച്യൂർ ഏജിലെ വൈകാരികമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് ബുദ്ധിയല്ല എന്ന് കുട്ടികളെ ഉപദേശിക്കാനുള്ള ഒരു രീതി, അതിനുള്ള ഒരു കാര്യങ്ങളാണ് ആലോചനകൾ നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇതിപ്പോ ചർച്ചയ്ക്ക് നിങ്ങൾ എടുക്കാൻ കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നിപ്പം എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ നമ്മളാരും ഭർഷിക്കേണ്ട കാര്യമില്ല. അതിനെ ഉത്കണ്ഠയോടോ അതിനെ തള്ളിപ്പറയാനോ ഞാൻ തയ്യാറല്ല. കാരണം കുട്ടികളെ ആ രീതിയിൽ ഉപദേശിച്ച് വളർത്തേണ്ടതാണ്. പക്ഷെ ഇതിനു മുൻപ് ഈ സഭയ്ക്ക് വെളിയിലുള്ള ആളുകളുമായിട്ട് പ്രേമബന്ധത്തിൽപ്പെട്ട് സഭയിലെ ആണുങ്ങളെ അല്ലെങ്കിൽ സഭയിലെ പെൺകുഞ്ഞുങ്ങളെ മറ്റുള്ള സഭക്കാര്, മറ്റുള്ള ജാതിക്കാര്, മതക്കാര് ഒക്കെ ആകർഷിച്ചു കൊണ്ടുപോകുന്നു. അതിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിലുണ്ടായ ഒരു പ്രസ്താവന വന്നപ്പോഴാണ് അതിനെതിരെ SNDP യോഗത്തിന്റെ നേതാക്കള് പ്രതികരിക്കാൻ നിർബന്ധിതരായത്. പ്രത്യേകിച്ച് ആ പ്രസ്താവനയിൽ അന്തർഭവിച്ചിരുന്ന ചില ദുസ്സൂചനകള് പലരെയും വേദനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ഒരു നിമിഷം ശ്രീ വിദ്യാസാഗർ, നമുക്കത് ഫാദറോട് തന്നെ ചോദിച്ച് വ്യക്തമാക്കാവുന്നതാണ്. ഫാദർ പോൾ തേലക്കാട്ട്, ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും അന്യമതസ്ഥരെയും
വിശ്വാസികൾ വിവാഹം ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന അഭിപ്രായം സഭാ നേതൃത്വത്തിൻ്റെ ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇടുക്കി ബിഷപ്പ് അന്ന് പറഞ്ഞതിനെക്കുറിച്ച് KCBC തന്നെ ഖേദം പ്രകടിപ്പിച്ചതാണ്. ഇടുക്കി ബിഷപ്പും അതിൽ അതിൽ ദുഃഖം പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് അത്തരം ആശങ്കകൾ വെച്ചുകൊണ്ട് ഈ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സഭാ സമൂഹത്തിനുള്ളിൽ സഭയിലുള്ളത് കത്തോലിക്കർ തന്നെ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈഴവരെ തന്നെ കല്യാണം കഴിച്ചാൽ മതി, നായന്മാരെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാനുള്ള അവകാശം അവർക്കാർക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ കല്യാണം കഴിക്കേണ്ടത് ആരെയെന്ന് തീരുമാനിക്കേണ്ടത് കല്യാണം കഴിക്കുന്നവരാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിലും തീരുമാനത്തിലും ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ല എന്നുള്ള കാര്യം ഇവിടെ അടിവരയിട്ട് പറയണം. ഇവിടെ ഓർത്തിരിക്കേണ്ടത് കത്തോലിക്ക സഭ മറ്റ് മതങ്ങളുമായിട്ടോ മറ്റ് സഭകളുമായിട്ടോ വിവാഹബന്ധം പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ള കല്യാണങ്ങൾ ഞാൻ പള്ളിയിൽ നടത്തിയിട്ടുള്ളവനാണ്. ആ വിധത്തിൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, മറ്റ് സഭകളുമായിട്ടുള്ള വിവാഹങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കത്തോലിക്ക അച്ഛന്മാർ ചിലപ്പോൾ പറയും കത്തോലിക്കത്തിന് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന്. ആ നല്ലതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് സമുദായത്തിലുള്ളവർക്കുണ്ട്. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട യുവാവോ യുവതിയോ ആണ് എന്നുള്ള കാര്യം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല എന്നുള്ളതാണ് അടിത്തറയിട്ട് പാപമോ എന്ന വിഷയത്തിൽ നിങ്ങൾ നടത്താനിരിക്കുന്ന ചർച്ചയിൽ നിങ്ങൾ നൽകാൻ പോകുന്ന മാർഗനിർദ്ദേശം, അതല്ലെങ്കിൽ നിങ്ങൾ അടിവരയിട്ട് ആവർത്തിക്കാൻ പോകുന്ന കാര്യം സ്വന്തം സഭാവിശ്വാസിയെ തന്നെ പ്രണയിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നതായിരിക്കും മാതൃകാപരം എന്നാണോ? അല്ലല്ല. പ്രണയത്തിലുണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ യുവാക്കളെയും മാതാപിതാക്കളെയും നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നിങ്ങൾ ബോധപൂർവം പറയാതിരിക്കുന്നതാണ്. എത്രയോ കല്യാണങ്ങൾ തട്ടിപ്പ് നടത്താറുണ്ട് പ്രേമത്തിൻ്റെ പേരിൽ. ഫോട്ടോ വളരെ കോംപ്രമൈസിങ് പൊസിഷനിൽ പ്രേമത്തിൻ്റെ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് എടുത്തിട്ട് ആ പടങ്ങളൊക്കെ ആ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അയച്ച് എത്രയോ പെൺകുട്ടികളുടെ ഭാവി അപകടത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പ്രേമത്തിൻ്റെ പേരിൽ പലപ്പോഴും നടക്കാറുണ്ട്. ഇത് നടക്കുന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയാനാകില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ശ്രദ്ധ കാര്യങ്ങൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാകണം, കുടുംബങ്ങൾക്കും ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയതുകൊണ്ട് ഇവിടെ ആരും ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി സുജാ സൂസൻ ജോർജ്, സഭയുടെ ഉദ്ദേശശുദ്ധി ഫാദർ പോൾ തേലക്കാട്ടിന്റെ ഈ വിശദീകരണത്തിൽ വ്യക്തമാകുന്നുണ്ടോ? അദ്ദേഹം പറയുന്നതിനെ ആദരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പോലെ ആണെങ്കിൽ നല്ലത് തന്നെ. ഒരു സഭ ആ സഭയിലെ അംഗങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിക്കുക, പ്രണയത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട വിവേകത്തെക്കുറിച്ച് പഠിപ്പിക്കുക, നല്ലത് തന്നെ. പക്ഷെ അവിടെയൊന്നും അല്ല പ്രണയം യഥാർത്ഥത്തിൽ. പ്രണയം നമ്മളിപ്പോൾ പെട്ടെന്ന് പ്രണയത്തെ മുഴുവൻ ചുരുക്കിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടുന്ന മനുഷ്യർ, ജീവിത പങ്കാളി ഉൾപ്പെടെ ഇടപെടുന്ന മനുഷ്യരെ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു പാഠവും ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്. അത് സഭാവിശ്വാസികൾക്ക് സഭയ്ക്കുള്ളിൽ നൽകാവുന്നതാണ്. പ്രത്യേകിച്ച് ഇത്രയും സ്നേഹവാനായ യേശുവിൻ്റെ പേരിലുള്ള സഭയാണ്. തീർച്ചയായിട്ടും അവിടെ നടത്താവുന്നതാണ്. അത് കുടുംബത്തിൽ നടത്താവുന്നതാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താവുന്നതാണ്. മാത്രമല്ല സെക്കുലറാണ് ഇന്ത്യ. സമൂഹത്തിൽ നടത്തേണ്ട മറ്റൊരു വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ ഫാദർ ചൂണ്ടിക്കാണിച്ച പോലെ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ എടുക്കേണ്ട നിലപാട് അബദ്ധത്തിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് അത്തരം അബദ്ധങ്ങളിൽ പെട്ട് ജീവിതം ഒടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കത്തക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇരിക്കുന്നു. പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ടും സഭയിലെ പിതാക്കന്മാരുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെയൊക്കെ അടുത്ത് വരാറുണ്ട്. അതൊന്നും ഇവിടെ പറയാനുള്ള ഒരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിലെല്ലാം സാമൂഹികമായ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. എനിക്കിവിടെ ഫാദർ പോൾ തേലക്കാടിനോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. അപ്പം അദ്ദേഹം പറയുണ്ടായി മിശ്ര വിവാഹങ്ങൾ അദ്ദേഹം നടത്തി കൊടുക്കാറുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ആ ദമ്പതികളുടെ നിന്ന് വാങ്ങാറുണ്ടോ? അവരുടെ കുട്ടികളെ സഭാവിശ്വാസികളാക്കി വളർത്താം എന്ന് അവരോട് എഴുതി വാങ്ങാറുണ്ടോ? എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഉണ്ട്. അത് റോമിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അങ്ങനെ ഒരു സാധനം എഴുതി മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശമുള്ളതുകൊണ്ട് അവർ ചോദിക്കാറുണ്ട്. അത് ശരിയാണെന്ന് ഞാൻ പറയേണ്ടി വരും. റൈറ്റ്. നാസർ ഷൈൻ, അപ്പൊ പിന്നെ വീണ്ടും നമുക്ക് സംശയിക്കേണ്ടി വരുന്നു സഭയുടെ ഈ ഒരു പരിശീലനം, ഈ വിദ്യാഭ്യാസം എന്തിനായിരിക്കും? സഭയ്ക്കുള്ളിലുള്ള പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുക, സഭയ്ക്കുള്ളിൽ. അപ്പൊ വിവേകം എന്നൊക്കെ പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ പിന്നെ ഒരേ കുടുംബ മഹിമ അനുസരിച്ച് ഉള്ള പ്രണയത്തിലാണോ ഈ അഭ്യാസം കൊടുക്കുന്നത് സഭ എന്നുള്ളത് സംശയിക്കേണ്ടി വരും. സഭയ്ക്ക് പുറത്തുള്ള ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ലാസർ ഷൈൻ, ഇവിടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, അവരുടെ ചുമതലകളെക്കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരും ബോധവതികളുമാണ്. അങ്ങനെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം നിലയ്ക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമെല്ലാം പ്രാപ്തിയുള്ള ഒരു പുതിയ സമൂഹം ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രണയത്തിന് ഒരു പരിശീലനം ആവശ്യമുണ്ടോ? ഇവിടെ നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ ബന്ധങ്ങളിൽ സൂക്ഷ്മത പുലർത്താൻ അവർക്ക് സഭ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട കാര്യമുണ്ടോ? ഒരു ചട്ടക്കൂടുണ്ടാക്കി നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കൂ, ഇതാണ് മാതൃകാപരം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രേമത്തിൽ കുഴപ്പമുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. പ്രേമിക്കുന്നതിൽ കുഴപ്പമുണ്ട്, പ്രേമിക്കുന്ന രീതികളിൽ കുഴപ്പമുണ്ട്, അത് അനാരോഗ്യകരമാണ്, അത് ഡൈവോഴ്സിലേക്ക് എത്തുന്നു ആ ബന്ധങ്ങൾ. ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ ഈ പറയുന്ന പ്രേമം എന്ന് പറയുന്ന കാര്യത്തോട് ഒരു ഭീതി പരത്തുകയാണ്. ഈ ഭീതിയാണല്ലോ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പോലും അദ്ദേഹം യോജിക്കുന്നു. ഇവിടെ അദ്ദേഹം പോലും യോജിക്കുകയാണ് ഈ പറയുന്ന ഭീതി പരത്തുന്ന കാര്യത്തിൽ. കാരണം പ്രശ്നമുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഈ മതങ്ങളോ ജാതികളോ എല്ലാവരും യോജിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും യോജിപ്പാണ് പ്രേമിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ. അതായത് മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും തന്നെയും യോജിപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരിങ്ങനെ ഭീതി പരത്തുന്നുണ്ടല്ലോ, അപ്പോൾ ലോകത്താകമാനം പരക്കുന്ന മറ്റൊരു ഭീതിയുണ്ട്. കത്തോലിക്ക സഭയുടെ ഉള്ളിൽ തന്നെയുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ സന്യാസികളായിട്ടുള്ള ആളുകൾ കുട്ടികളെ പീഡിപ്പിക്കുന്നു. ഇത് ലോകത്ത് വലിയ പ്രശ്നമാണിത്. പോപ്പ് തന്നെ ഇത് വലിയ പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പള്ളി എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്. പള്ളിയിൽ അച്ഛന്മാര് വൈദികർ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ വരുന്നു. അപ്പൊ ഈ പള്ളിയിലേക്കേ പോകാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഭീതിയാണോ അവിടെ ആരോഗ്യകരമായ ഒരു സൊസൈറ്റി പ്രചരിപ്പിക്കേണ്ടത്? ഇവിടെ പ്രേമത്തിനെതിരെ ഉള്ള ഭീതിപരത്തിൽ, പ്രേമം കുഴപ്പമാണെന്നുള്ള തരത്തിലുള്ള ഭീതിപരത്തിൽ തുടർച്ചയായി ഇവർ നടത്തുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ അച്ഛന്മാരാകാൻ ആളുകളെ കിട്ടുന്നില്ല. ഈ പറഞ്ഞ ടീച്ചർ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവർ പറയുന്നു ഞങ്ങൾ മിക്സഡ് മാരേജ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ 100 കണക്കിന് ഉദാഹരണം പറഞ്ഞു തരാം. ഈ പറയുന്ന കല്യാണത്തിൽ ഹിന്ദു അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ കല്യാണം കഴിച്ചു വരുമ്പോൾ അവരെ മതം മാറ്റി അവരുടെ മാനസിക കുഴപ്പങ്ങളിലാക്കുന്നുണ്ട് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയുന്നു ആ കുട്ടികളെ ഇപ്പൊ പറയുന്നു റോമിൽ നിന്ന് ഇങ്ങനെ ഒന്നുണ്ടെന്ന്. തീർച്ചയായും അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ടീച്ചർ പറഞ്ഞ പോലെ അത് വളരെ രൂക്ഷമായ ഒരു വലിയ പ്രശ്നമാണ്. ഫാദർ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ ഇത് അനുവദിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കുട്ടികളെ ഇന്ന മതത്തിൽ വളർത്തണമെന്ന് എഴുതി വാങ്ങുന്നു എന്ന്. അത് എവിടെ ഏത് തരത്തിലാണ്? അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ചട്ടക്കൂടുണ്ടാക്കി പ്രേമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചട്ടം തന്നെയല്ലേ, മോറൽ പോലീസിംഗ് തന്നെയല്ലേ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം? ഇത് തന്നെയല്ലേ ചുംബന സമരത്തിന്റെ സമയത്ത് ഇത് മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും ചുംബന സമരം നടത്തിയവരെ അടിക്കാൻ വന്നു. അന്ന് നിങ്ങൾ അടിക്കാൻ വന്നില്ല. അതിനു പകരം നിങ്ങൾ ഇപ്പോൾ അടിക്കാൻ വരുന്നു. നിങ്ങളിപ്പോൾ വടിവെട്ടി. പ്രേമത്തിനെതിരെ സദാചാര പോലീസിംഗിന്റെ അതേ വടി തന്നെയാണ് നിങ്ങൾ വെട്ടി കൈ പിടിച്ചിരിക്കുന്നത്. അത്തരം ഒരു വടിയുമായി ഈ കാലത്ത് വന്നാൽ ഇവിടെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇറങ്ങി നോക്കൂ, അപ്പം മനസ്സിലാവൂ. ഫാദർ പോൾ തേലക്കാട്, എൻ്റെ സുഹൃത്ത് ലാസറിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും പ്രേമിക്കേണ്ട, പ്രേമം തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. വിവാഹത്തിന് ശേഷമോ ആയാലും പ്രേമിച്ചായാലും പ്രേമിക്കാതെയാണ് കല്യാണം കഴിച്ചാൽ കല്യാണത്തിൽ പ്രേമം അനിവാര്യമാണ്. പ്രേമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ലക്ഷ്യം. സ്നേഹിക്കുകയാണ്. അത് വേണ്ട എന്നല്ല, അതിനകത്ത് ഭയമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വ്യാജ പ്രേമമോ പ്രേമം വഴിയുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അതെല്ലാം ശരിയാണ് ഫാദർ പോൾ തേലക്കാട്ട്. താങ്കൾക്ക് അറിയാമല്ലോ ഫാദർ പോൾ തേലക്കാട്ട്, പ്രണയമാകട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാനുഷിക വികാരങ്ങൾ, ദയ, അനുകമ്പ, എന്തുമാകട്ടെ, മമത, എല്ലാം തന്നെ വളരെ നൈസർഗികമായി നമ്മളിൽ നിന്നുണ്ടാകേണ്ട മാനുഷിക വികാരങ്ങളാണ്, മാനുഷിക ഭാവങ്ങളാണ്.
അവിടെ സഭ ക്ലാസ് എടുത്തു കൊടുത്ത് ഇതാണ് പ്രണയം, ഇങ്ങനെ പ്രണയിച്ച് ഇത്തരം ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നു, ഒരേ വിശ്വാസികൾ, ഒരേ സഭാവിശ്വാസികൾ, ഒരേ വിശ്വാസം പിന്തുടരുന്നവർ, ഒരേ തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ളവർ, ഒരേ തരത്തിലുള്ള ജീവിത കാഴ്ചപ്പാടുകളുള്ളവർ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സുന്ദരമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്നു എന്ന് സഭ പറയുമ്പോൾ അതിലൂടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പുറത്തു പറയുന്നതല്ല, അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് വരാൻ പോകുന്നത് വിശ്വാസികളെ സഭയോട് ചേർത്ത് നിർത്തുകയും സ്വന്തം വിശ്വാസത്തിൽപ്പെട്ടവരെ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന് നിങ്ങൾ പറയാതെ പറയുകയുമാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചാണ് ലാസറും ശ്രീമതി സുജാ സൂസനും ഒക്കെ ആശങ്കപ്പെടുന്നത്. ഒരപകടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വന്തം സമുദായത്തിൽപ്പെട്ടവരും സഭയിൽപ്പെട്ടവരായാലും പുറത്തുള്ളവരായാലും സ്നേഹിക്കണമെന്ന് പറയുന്ന വലിയ അപരാധമാകുമോ? ഇതെന്ത് പ്രശ്നമാണ്? സ്നേഹിക്കേണ്ട എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയോ മാതാപിതാക്കന്മാരെ ബോധവൽക്കരിക്കുകയോ ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം പിടിച്ച പണിയാണെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണല്ലോ. അത് സ്നേഹിക്കാൻ പോലും പറയാൻ പാടില്ലേ? സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ നമ്മളിവിടെ നിന്ന് ചെയ്യുന്നതല്ലേ? സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും സ്നേഹത്തെക്കുറിച്ച് ഇപ്പം നടമാടുന്ന സ്നേഹത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കോ കാരണവന്മാർക്കോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാനുള്ള വേദി ഉണ്ടാക്കുന്ന വലിയ തെറ്റാണ്, അപകടമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ശ്രീ സി കെ വിദ്യാസാഗർ, താങ്കളും ഈ പറഞ്ഞതുപോലെ കുട്ടികൾ മാതാപിതാക്കളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കരുത്, ആ രീതിയിൽ അവർക്ക് ചില ശാസനകളോ അതല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ പരിശീലനമാണെങ്കിൽ അതുപോലും ആകാമെന്ന അഭിപ്രായം താങ്കൾക്കുമുണ്ടല്ലോ. സഭ ഇത് മതപരമായ വിശ്വാസത്തിൽ അവരെ തളച്ചിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രയോഗം, അങ്ങനെ ഒരു പ്രയോഗമുണ്ടെങ്കിൽ മാത്രമല്ലേ താങ്കൾക്കും എതിർപ്പുള്ളൂ? ഹലോ, ശ്രീ വിദ്യാസാഗർ. എനിക്ക് മിസ്റ്റർ ലാസർ വർഷയിലോടാണ് ആദ്യം പ്രതികരിക്കാനുള്ളത്. പറയൂ. അദ്ദേഹം എന്നെ ഒരു തീവ്രവാദിയാക്കി തോന്നുന്നു. ഞാനൊരു തീവ്രവാദിയുമല്ല. എന്റെ കുടുംബത്തിൽ 3 or 4 എന്റെ വളരെ അടുത്ത എന്റെ സഹോദരന്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്കാ. ഞങ്ങളെല്ലാവരും കൂടി ആഘോഷമായിട്ട് ആ കല്യാണം നടത്തി കൊടുത്തതാ. എന്റെ ഒരു മറ്റൊരു മസ്കത്തിന്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാ. ഇനി വേറെ പല വിവാഹങ്ങളും ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഫാദർ തേലക്കാടിനോട് വളരെ യോജിപ്പിലാണ്. മറ്റൊന്നുമല്ല, ഒരേ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളരാനും ഒരേ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി ചെറുപ്പം മുതൽ അതിനോട് പരിചയപ്പെട്ട് അതിനെ സാംശീകരിച്ച് ജീവിക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും കൂടുതൽ സുഖം എന്നതിനെ കുറിച്ചിട്ട്. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് ശ്രീ സി കെ വിദ്യാസാഗർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. കത്തോലിക്ക സഭാ വിശ്വാസികൾക്കായുള്ള സഭയുടെ പ്രണയ പാഠ്യ പദ്ധതി ഫലം കാണുമോ? ഫാദർ പോൾ തേലേക്കാട്ട്, ശ്രീമതി സുജാ സൂസൻ ജോർജ്, ശ്രീ ലാസർ ഷൈൻ, സി കെ വിദ്യാസാഗർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീമതി സുജാ സൂസൻ, സഭ ഇനി ഇത്തരത്തിലൊരു പരിശീലന പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം എന്തായിരിക്കും? സഭയുടെ ഒരു അരക്ഷിതത്വ ബോധമാണ് ഇത്തരം നടപടികൾക്ക് പ്രേരകമായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്നത് വലിയ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും കേരളത്തിൽ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹൈന്ദവ സഭ, ഇത് 3 പ്രബല സമുദായങ്ങളാണ്. അതിലൊരു പ്രബല സമുദായം ഇത്തരം ഒരു നീക്കം നടത്തുന്നത് മറ്റു പല സമുദായങ്ങളെയും ബാധിക്കും, പൊതുസമൂഹത്തെ ബാധിക്കും. മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഭയുടെ അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു വഴിയായിട്ട് കുടുംബങ്ങളെ കാണുന്നു. അപ്പൊ കുടുംബത്തിന് സഭയ്ക്ക് കീഴ്വഴങ്ങി അതിന്റെ അധികാരത്തിന് കീഴിൽ നിർത്തണമെങ്കിൽ സഭയിലെ അംഗങ്ങൾ പരസ്പരം വിവാഹം കഴിയും. ഇതൊരു എളുപ്പ വഴിയാണ്. പണ്ട് തൊട്ട് ഗോത്ര തലവന്മാർ മുതൽ ചെയ്യുന്ന കാര്യമാണ്. അത് തന്നെ ഈ സഭയും ഈ വർത്തമാന കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഇത് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മുടെ സഭ വിട്ട്, നമ്മുടെ സ്ഥലം വിട്ട്, നമ്മുടെ മാതാപിതാക്കളെ വിട്ട് മറ്റു പലയിടത്തും പോയി ജോലി ചെയ്യുന്നവരാണ്. അവിടെ സഭയില്ല, മറ്റ് കീഴ്വഴക്കങ്ങളില്ല, മറ്റ് അധികാര പ്രയോഗങ്ങളില്ല. അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. ചിലപ്പോൾ പ്രണയം നൈരാശ്യമുണ്ടാകുന്നു, ചിലപ്പോൾ അത് ഇല്ലാതായി പോകും.
ഇതൊക്കെ സംഭവിക്കും. ഇത് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. സഭയ്ക്ക് ഇത് കഴിയില്ല എന്നുള്ളതാണ്. അത് സഭ മനസ്സിലാക്കണം. സഭയിലേക്ക് ഈ സഭയുടെ ചൊൽപ്പടിക്ക് പ്രേമത്തെയോ കുടുംബത്തെയോ ഇനിയും പിടിച്ചു കെട്ടി നിർത്താൻ കഴിയില്ല. അവിടെ നിന്ന് കാലം മുന്നോട്ട് പോയിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക സമൂഹത്തിന് അനുസൃതമായി സഭയിലെ ഉള്ളിലെ ജനാധിപത്യം, സഭയ്ക്ക് മറ്റുള്ള സമുദായങ്ങളോടുള്ള ബന്ധം, പൊതുസമൂഹത്തിനോടുള്ള ബന്ധം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റം ഇത് ഇനിയെങ്കിലും സഭ ഇത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ഒരു ആധുനിക സമൂഹത്തിന് അനുസൃതമായി സഭ പുനഃസംഘടിപ്പിക്കുകയുള്ളൂ, സഭയ്ക്ക് തന്നെ നിലനിൽപ്പുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനനുസരിച്ച് സഭ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ കത്തോലിക്ക സഭ എടുക്കുന്ന തീരുമാനം മറ്റു സമുദായത്തെയും ബാധിക്കും, ഞങ്ങളെപ്പോലുള്ള മതേതരമായി ജീവിക്കുന്നവരെയും ബാധിക്കും, ഞങ്ങൾ ഇടപെടുന്ന സമൂഹത്തിനെ ബാധിക്കും, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ ബാധിക്കും. ഇതെല്ലാം കണക്കാക്കി സഭ ഇത്തരത്തിൽ സഭാമക്കളെ പരസ്പരം പഠിപ്പിക്കുക, അതിനുള്ളിൽ നിലനിർത്തുക. കാരണം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് വന്നല്ലോ, ഇതൊക്കെ എത്ര ഈ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഈ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഈ ഒരു വലിയൊരു സമ്മേളനം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ആധുനിക സമൂഹത്തിന്റെ ജനാധിപത്യ രീതിക്കനുസരിച്ച് എങ്ങനെ സഭ പുനഃസംഘടിപ്പിക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. എങ്ങനെ സ്വതന്ത്രമായി ജനാധിപത്യപരമായി ജീവിക്കാം, മതേതരമായി പൊതുസമൂഹത്തിൽ ഇടപെടാൻ സഭയിലെ അംഗങ്ങളെ, സഭാമക്കളെ പഠിപ്പിക്കുക, അതാണ് വേണ്ടത് എന്നാണ്. ശ്രീ ലാസർ ഷൈൻ, ഈ പുതിയ തീരുമാനത്തിലൂടെ പ്രണയത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് വിശ്വാസികൾ സഭ വിട്ടു പോകുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൺവേർഷൻ സാധ്യതകളുണ്ടെങ്കിൽ അത്തരം സാധ്യതകളെല്ലാം അടയ്ക്കുക, അത്തരം അവസരങ്ങൾ ഇല്ലാതാക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഒരുപക്ഷെ സഭയ്ക്ക് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രയോഗം കൊണ്ട് അത്തരം ലക്ഷ്യങ്ങൾ ഫലം കാണുമോ? ഇല്ല, ഒരു ലക്ഷ്യവും ഫലം കാണാൻ പോകുന്നില്ല. സഭ തകരും, അതാണ് സംഭവിക്കാൻ പോവുക. സഭയുടെ തകർച്ചയെ കുറിച്ചിട്ട് അവരുടെ ഭയമാണ് ടീച്ചർ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വലിയ തമാശ തോന്നുന്ന ഒരു കാര്യം, സ്നേഹം ഇവരിപ്പോഴാണോ പഠിപ്പിച്ചു തുടങ്ങുന്നത്? യേശു 12,000 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തുടങ്ങിയ കാര്യമാണ്. അദ്ദേഹം അത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ക്രിസ്തുമതം എന്നുള്ളത് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. സ്നേഹിക്കൂ എന്ന് പറഞ്ഞ മനുഷ്യനോട് ഉള്ള ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ സഭ പറയുകയാണ് ഞങ്ങൾ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങുകയാണെന്ന്. അപ്പോൾ ഇവർ ഇതുവരെ ഇതൊന്നും പഠിപ്പിച്ചില്ല. ഇവർ ഈ വേദപാഠ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഇത്രയും കാലമുള്ള വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം സ്നേഹം ഇതുവരെയൊന്നും പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇവർ. അപ്പൊ ഇവർക്ക് പറ്റിപ്പോയ മിസ്റ്റേക്കും അവിടെയാണ്. ഇവർ സ്നേഹം പഠിപ്പിച്ചിരുന്നില്ല. സ്നേഹമല്ല ഇവർ പഠിപ്പിച്ചത്. ഇക്കാലം അത്രയും അവർ വിദ്വേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിനി സ്നേഹമാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ വളരെ നല്ല കാര്യമാണ്, അത് സഭയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇവർ ഇത്തരം വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ പറയുന്ന പ്രേമമൊക്കെ പോലെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുവിശേഷം, ഞാൻ ദരിദ്രരോട് സുവിശേഷം പറയാൻ വന്നു എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് നിങ്ങൾ സംഘടിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 40% മനുഷ്യർക്ക് ഭൂമിയില്ല. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ നേതാവ് പറയുന്നു ഞാൻ പശ്ചിമഘട്ടത്തിന് വിരുദ്ധനാണെന്ന് പറയുന്ന ഒരു നേതാവ് നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഒരു നേതാവിനെ കുറിച്ച്. ആ നേതാവിനെ നിലക്ക് നിർത്താൻ കഴിയാത്ത നിങ്ങളുടെ സഭയ്ക്ക് എങ്ങനെയാണ് ഏറ്റവും താഴെയുള്ള പുതിയ കാലത്തിൽ ജീവിക്കുന്ന കുട്ടികളെ നിലയ്ക്ക് നിർത്താൻ പറ്റുക? ഇത് നടക്കുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങളുടെ സഭ വളരെ കൃത്യമായി മുകളിലേക്ക് നോക്കൂ, റോമിലേക്ക് നോക്കൂ. അവിടെ ഒരു മനുഷ്യനിരുന്ന് ആയുധക്കച്ചവടം നടത്തുന്ന ഒരാൾ കത്തോലിക്കനാണെങ്കിൽ അയാൾ ക്രിസ്ത്യാനി അല്ല എന്ന് പറയുന്ന ഒരു നേതാവ് നിങ്ങൾക്കുള്ള കാലത്ത് നിങ്ങൾ വളരെ താഴത്ത് വന്നിരുന്ന് ലോകത്തിൽ തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഏക സാധനം ഉണ്ടായിരുന്ന കേരളത്തിൽ മാത്രമാണ്. അതുണ്ടാക്കാൻ കഴിഞ്ഞ മോശപ്പെട്ട ഒരു സഭയാണ് നിങ്ങൾ. ആ സഭ തെമ്മാടിക്കുഴി ഉണ്ടാക്കിയ അതേ കാര്യം തന്നെ തുടർന്ന് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് സോറി പറയേണ്ടി വരും. നിങ്ങളൊരു പ്രസ്ഥാനമായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനം, യേശുവൊക്കെ ഉണ്ടാകും, യേശുവിൻ്റെ കഥയും ഉണ്ടാകും, പക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നിങ്ങളെപ്പോലെയുള്ള ഓരോ പ്രസ്ഥാനവും, അതാ ഏത് മതമായാലും ഏത് തരത്തിലുള്ള പ്രസ്ഥാനമായാലും കാലത്തിന് നിരക്കാത്ത കോലവും കെട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തമാശയെ തോന്നുന്നു. ലാസർ, നമ്മൾ പ്രണയത്തിൽ നിന്ന് തുടങ്ങിയ ചർച്ച ആ വിഷയം അതിന്റെ വലിയ വ്യാപ്തിയിലേക്ക് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇനിയിപ്പോൾ ഫാദർ പോൾ തേലക്കാട്ടൻ. ഏതായാലും ഫാദർ, താങ്കൾ വിദ്യാസാഗറിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം ഒരുമിച്ചൊരു മറുപടിക്കായി ഞാൻ താങ്കളിലേക്ക് വരും. ശ്രീ CK വിദ്യാസാഗർ. മിസ്റ്റർ ലാസർ പ്രകടിപ്പിച്ച
അത്രയും തീവ്രമായ വികാര പ്രകടനത്തിനൊന്നും ഈ ഒരു ചർച്ചയിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയൊരു വികാര പ്രകടനമൊന്നും ഈ വിഷയത്തിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, വികാര പ്രകടനമാണ് നിൽക്കട്ടെ ശ്രീ സി കെ വിദ്യാസാഗർ. ഏതായാലും ലാസർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണല്ലോ. ആ വിഷയം പ്രസക്തമാണ്. പ്രേമം ആ വിഷയത്തിന് സഭയിട്ട പേരെത്ര ശരിയായി എനിക്ക് തോന്നുന്നു. പ്രേമം പുണ്യമോ പാപമോ എന്ന് പറയുന്ന അങ്ങനെയാ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കണം ശ്രീ സി കെ വിദ്യാസാഗർ, ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഫാദർ പോൾ തേലക്കാട്ട്, സഭ എങ്ങനെ പുതിയ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാം എന്ന കാര്യത്തിലാകട്ടെ ഇനി ചർച്ച എന്ന് ശ്രീമതി സുജാ സൂസൻ ജോർജ് പറഞ്ഞതിനോടും അതുപോലെ തന്നെ ലാസർ ഇവിടെ ഉന്നയിച്ച മറ്റു വിഷയങ്ങളും ഇതിനെല്ലാമുള്ള ഫാദറിന്റെ പ്രതികരണം. എനിക്ക് അല്പം തമാശ തോന്നി ലാസർ ഇതൊക്കെ പറഞ്ഞപ്പോൾ. ലാസറിന് ഏതിലെയും മാർപ്പാപ്പയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കേരളത്തിലെ സഭ നശിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് വലിയ പ്രവചനമുണ്ട്. കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ലാസർ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരിക്കലും ഇപ്പോഴാണ് സ്നേഹം ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്, പഠിപ്പിക്കാൻ തുടങ്ങുന്നത് പറഞ്ഞില്ല. സഭയുടെ ആദ്യം മുതൽ പ്രസംഗിച്ചിട്ടുണ്ട്. സൂസൻ ജോർജിനോട് എനിക്ക് പറയാനുള്ള കാര്യം, അരക്ഷിതബോധം എനിക്കുണ്ട്. സ്നേഹത്തെക്കുറിച്ചുള്ള അരക്ഷിതബോധം. നമ്മുടെ നാട്ടിൽ വളരുന്നത് സ്നേഹമല്ല, ഇവിടെ ലാസർ ചൂണ്ടിക്കാണിച്ച വിദ്വേഷമാണ്. ആ വിദ്വേഷം പകരുമ്പോൾ സ്നേഹത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല, സ്നേഹത്തെക്കുറിച്ച് ചർച്ചകൾ പാടില്ല, സ്നേഹം വിവാഹിതരായിട്ട് പോലും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ഓർക്കുക. ഈ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഇവിടെ നമ്മൾ ഓർക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് വിവാഹത്തിന് മുമ്പ് ദമ്പതികൾക്ക് പരിശീലനം കൊടുക്കണമെന്ന് കത്തോലിക്ക സഭയാണ് ആദ്യം പറഞ്ഞത്, നടപ്പിലാക്കിയതും. അതൊന്ന് SNDP അത് പ്രായോഗികമാക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയേണ്ട ആവശ്യമുണ്ടോ? വലിയ കാര്യം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും പ്രേമത്തിൻ്റെ ഗുണപരവും ദോഷകരവുമായ കാര്യങ്ങളുണ്ട്. അത് കല്യാണം കഴിച്ച ആളുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ഒരു തീരുമാനവും ആകുലതയും പ്രകടിപ്പിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും വിദ്വേഷത്തെക്കുറിച്ചല്ല, ആയുധത്തെക്കുറിച്ചല്ല. ഇത് ലാസർ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് സ്ഥലമില്ലാത്തതിനെക്കുറിച്ച്. അത് സ്നേഹമാണ്, എല്ലാ മനുഷ്യരുള്ള സ്നേഹം. അത് ഹിന്ദുവിനോട് മാത്രമല്ല, അത് മുസൽമാനോടും വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ആ സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലേ? അതിനകത്ത് വൈകാരികതയുണ്ട്. കല്യാണം കഴിച്ച് ജീവിക്കുന്നിടത്തും പക്വമായ ജീവിതം വേണം, സ്നേഹം വേണം. ആ കല്യാണ ജീവിതത്തിൽ വൈകാരികതയുടെ പരിശീലനങ്ങൾ വേണം എന്നൊക്കെ ഇവിടെ പറയാൻ പാടില്ല. ഇവിടെ പിന്നെ പറയേണ്ടത് എന്തെന്നാ? തല്ലിത്തല്ലുന്നതിനെ കുറിച്ചാണോ? അതാണോ സഭ പഠിപ്പിക്കേണ്ടത്? അതിനകത്ത് സഭയ്ക്ക് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയണത്. സഭ ഇന്ന് മുഴുവൻ തെറ്റാണ്, മുഴുവൻ അബദ്ധമാണ് എന്ന് കാടടച്ച് വെടിവെക്കുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധന എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. സഭയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഒരു കാര്യം ആരും സംശയിക്കേണ്ടതില്ല. വിവാഹപ്രായമായ കുട്ടികളെ വിവാഹപ്രായത്തിന് ഒരുക്കുക, അവരുടെ വിവാഹ ജീവിതത്തിന് അവരെ സഹായിക്കുക, ഇതൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കും അനിവാര്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. അത് മറ്റ് സമുദായങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല തഴക്കത്തിലേക്ക് പോവുക. വിവാഹം പ്രേമിക്കാൻ ആരെയും തടയുകയല്ല ഇതിൻ്റെ ലക്ഷ്യം. പ്രേമിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായത് മതത്തിൽപ്പെട്ട മതത്തിന് പുറത്തുനിന്ന് പ്രേമിക്കാൻ അവകാശമുണ്ട്. പ്രധാനപ്പെട്ട ഭാഗം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പ്രണയം അനശ്വരമായി നിലനിൽക്കേണ്ടതാണ്. ആ പ്രണയത്തെ മതം, ജാതി, സാമ്പത്തികം തുടങ്ങിയ ചങ്ങലകളിൽ, കെട്ടുപാടുകളിൽ കെട്ടിയിടാതിരിക്കാൻ നമ്മുടെ മത നേതാക്കൾക്കും സാധിക്കട്ടെ. ഫാദർ പോൾ തേലക്കാട്ട്, വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതിന്. ശ്രീ ലാസർ ഷൈൻ, ശ്രീമതി സുജാ സൂസൻ ജോർജ്, ശ്രീ സി കെ വിദ്യാസാഗർ, നന്ദി. ഇതോടെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.